കുരുക്ഷേത്ര ഭൂമിയിലെ ആ ഒരു പോരാട്ടം, സമയം പോലും നിലച്ചുപോയ, കാലം പോലും കാത്തിരുന്ന ഒരു പോരാട്ടം. എന്തിനേറെ പറയണം, ആ പോരാട്ടം കാണാൻ ദേവതകൾ പോലും സജ്ജമായിരുന്നു. അതെ, കാരണം ഒരു പക്ഷത്ത് കൃപാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും പരശുരാമൻ്റെയും ശിഷ്യനായ സൂര്യപുത്രൻ വൈകർത്തനൻ കർണൻ. മറ്റു ഭാഗത്താകട്ടെ കൃപാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും ഇന്ദ്രാദി ദേവന്മാരുടെയും സാക്ഷാൽ ദേവദേവൻ മഹാദേവൻ്റെയും ശിഷ്യനുമായ ഇന്ദ്രപുത്രൻ ഭീബൽസു അർജുനൻ. നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 36ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. കൃഷ്ണൻ ഭീമൻ ജ്യേഷ്ഠ മുന്നോട്ടേക്ക് നോക്ക് എന്ന് പറഞ്ഞു. ഭീമൻ മുന്നോട്ട് നോക്കിയപ്പോഴത്തേക്കും നിറഞ്ഞ കണ്ണുകളോടുകൂടിയും ക്രോധത്തോടുകൂടിയും അവിടെ നിൽക്കുന്ന 10 ധൃതരാഷ്ട്രപുത്രന്മാരെയാണ് കണ്ടത്, ദുശാസനൻ്റെ അനുജന്മാർ. ഭീമൻ ചിരിച്ചുകൊണ്ട് വാന്നും പറഞ്ഞ് മുമ്പോട്ട് നടന്നു നീങ്ങി. അവരസ്ത്രങ്ങൾ കൊണ്ട് ഭീമനെ പൊതിഞ്ഞുവെങ്കിലും ക്ഷണനേരം കൊണ്ട് ഭീമൻ ചാടി തൻ്റെ രഥത്തിലേക്ക് കയറി തൻ്റെ വില്ലെടുത്തു. എന്നിട്ട് ഒരസ്ത്രം അയച്ചു. ആ അസ്ത്രം ആ 10 പേരുടെ കൂടെയുള്ള ഒരു സഹോദരൻ്റെ തലയെടുത്തു. അധികം താമസിച്ചില്ല, വീണ്ടും വിരിഞ്ഞ തലയുള്ള അസ്ത്രങ്ങൾ കൊണ്ട് ഭീമസേനൻ മറ്റുള്ള 9 കൗരവരെയും കൂടെ വധിച്ചു. ദുശാസനനെയും കൂടെ 10 കൗരവരെയും. അന്നത്തെ ദിവസം ദുശാസനനെ വധിക്കുന്നതിന് മുൻപ് 6 കൗരവരെയും ഭീമൻ വധിച്ചിട്ടേക്കുന്നു. അങ്ങനെ ഭീമൻ അവിടെ ദേഷ്യത്തോടു കൂടി നിന്ന സമയം രാവിലെ 6 സഹോദരന്മാർ, പിന്നെ ദുശാസനനെ വധിച്ചത്, അതിനുശേഷം 10 സഹോദരങ്ങളെയും കൂടെ വധിച്ചിട്ട് ഭീമൻ നിൽക്കുന്നത് കണ്ടിട്ട് കർണൻ പകച്ചു നിൽക്കുക. എന്തായി സംഭവിച്ചേ എന്നുള്ളൊരു മട്ടിൽ അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അത് ശല്യർക്ക് മനസ്സിലായി. ശല്യര് പറഞ്ഞു, അല്ലയോ രാധയ, അംഗരാജനായ കർണ, ഇതങ്ങേക്ക് ശോഭനീയമായ ഒന്നല്ല. അത് അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്കറിയാം ഈ കണ്ട കാഴ്ച മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്ന കാഴ്ചയല്ല. അതുകൊണ്ട് അങ്ങ് ധൈര്യം വീണ്ടെടുത്താലും എനിക്കറിയാം അങ്ങ് പകച്ചിരിക്കുകയാണെന്ന്. അതെല്ലാം മറക്ക്. അത് നടക്കേണ്ട കാര്യമായിരുന്നു, അത് നടന്നു കഴിഞ്ഞു. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നോക്കൂ, അങ്ങയുടെ സുഹൃത്തായിട്ടുള്ള ദുര്യോധനൻ, അങ്ങയുടെ മിത്രമായ ദുര്യോധനൻ, ആ ദുര്യോധനൻ ഇപ്പോൾ ഒരു വികാരവുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. മറ്റ് മഹാരഥന്മാർ ദുര്യോധനനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങിങ്ങനെ പതറി നിൽക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടിട്ട് അങ്ങയുടെ മകൻ വൃഷസേനൻ പടയുടെ മുമ്പ് കയറി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഒറ്റയ്ക്ക് പോരാടാൻ വിടാതെ അങ്ങും കൂടെ ചെല്ലൂ എന്ന് പറഞ്ഞു. കുരുക്ഷേത്ര ഭൂമിയിൽ ഇന്ന് അരങ്ങേറിയത് അത് ഭീമസേനൻ എന്ന് പറയുന്ന മഹാബലിഷ്ഠനായിട്ടുള്ളൊരു യോദ്ധാവിൻ്റെ പോരാട്ടമല്ല, കാലചക്രത്തിൻ്റെ നീതിയാ. ഒരു സ്ത്രീയെ പൊതുസദസ്സിൽ കൊണ്ടുവന്ന് വിവസ്ത്രയാക്കാൻ ശ്രമിച്ച അപമാന വാക്കുകൾ കൊണ്ട്, അപമാന ശരങ്ങൾ കൊണ്ട് അവളെ മുറിവേൽപ്പിച്ചവന്മാർക്ക് വേണ്ടി കാലം കാത്തുവെച്ച വിധി, ആ വിധി നടപ്പാക്കുവാനായി കാലം തിരഞ്ഞെടുത്തതാകട്ടെ ഭീമസേനൻ എന്ന കൊടുങ്കാറ്റിനെ. ഈ സമയം വൃഷസേനൻ അവിടെ നിന്നുകൊണ്ട് തൻ്റെ ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വൃഷസേനനും നകുലനുമിടയിൽ ഒരു ഗംഭീര പോരാട്ടം അവിടെ ആരംഭിക്കുകയാണ്. അവിടെ എല്ലാവരും ഭയപ്പെട്ട് നിന്നിരുന്ന സമയത്ത് ശത്രുവായി കണ്ട ഗദയും പിടിച്ചുകൊണ്ട് നിന്ന ഭീമസേനന് നേരെ പാഞ്ഞെടുക്കാനുള്ളൊരു ധൈര്യം വൃഷസേനൻ കാണിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വൃഷസേനൻ പോയ സമയത്ത് നകുലനുമായിട്ടൊരു പോരാട്ടമുണ്ടായെന്ന് പറഞ്ഞല്ലോ. രണ്ടുപേരും പോരാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നകുലൻ തൻ്റെ വില്ലിൽ നിന്ന് പായിച്ച അസ്ത്രങ്ങൾ വൃഷസേനൻ്റെ വില്ലും കൊടിയും മുറിച്ചു കളഞ്ഞു. തൻ്റെ വില്ലും കൊടിയും മുറിഞ്ഞു പോയെന്ന് മനസ്സിലാക്കിയ വൃഷസേനന് ക്രോധം വന്നിട്ട് മുറിഞ്ഞ വില്ല് മാറ്റി വൃഷസേനൻ, കർണപുത്രനായ വൃഷസേനൻ അടുത്തൊരു വില്ലെടുത്തു. അങ്ങനെ ശക്തമായ ആ വില്ലെടുത്തതിന് ശേഷം വൃഷസേനൻ നകുലനെ വീണ്ടും അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. നകുലനും തിരിച്ച് അസ്ത്രങ്ങൾ അയച്ചു. ഇതിനിടയിൽ വൃഷസേനൻ നകുലനെ ചുമ്മാതെ അങ്ങ് പ്രഹരിക്കുകയല്ല ചെയ്തത്. കർണപുത്രനായ വൃഷസേനൻ വളരെ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടും ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടും നകുലനെ പ്രഹരിച്ചു. കുതിരയും പോയി എന്ന് കണ്ട നകുലൻ തൻ്റെ വില്ല് കയ്യിൽ നിന്ന് മാറ്റിയിട്ട് തനിക്ക് തൻ്റെ കയ്യിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആയുധം എന്താണ്? വാള്. നകുലൻ ഒരു ഉടവാള് കയ്യിലെടുത്തു, ഒരു പരിചയം എടുത്തു. രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് നകുലൻ ആ വാള് ചുഴറ്റി പടയിലേക്ക് കയറി. അവിടെ 2000-ഓളം യോദ്ധാക്കളുണ്ടായിരുന്നു. തൻ്റെ വാളുപയോഗിക്കുന്ന പ്രാഗൽഭ്യം കൊണ്ട് നകുലൻ ആ 2000-കണക്കിന് വരുന്ന യോദ്ധാക്കളെയും അവിടെ വെട്ടി വീഴ്ത്തി. ആ 2000 പേരെ വധിച്ചതിന് ശേഷം അവർക്കുള്ള മറുപടി കൊടുത്തത് വൃഷസേനനായിരുന്നു. വൃഷസേനൻ എല്ലാ ദിശകളിൽ നിന്നും നകുലനെ ആക്രമിച്ചു. ശേഷം ആ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ നകുലൻ തിരിച്ച് വൃഷസേനനെയും ആക്രമിച്ചു. ഒരുപക്ഷെ ആ വാളൂരി മാറ്റിയിട്ട് വില്ല് കയ്യിലെടുത്ത് ആക്രമിച്ചിട്ടുണ്ടാവണം. പക്ഷേ ആ സമയത്ത് വൃഷസേനൻ നകുലനുമായി പോരാടിക്കൊണ്ടിരുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന കുതിര, ആന, രഥം, കാലാൾ ഇവരെയൊക്കെ പ്രഹരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വൃഷസേനനുമായിട്ടുള്ള ഈ പോരാട്ടം അങ്ങ് മുറുകി തുടങ്ങിയപ്പോഴത്തേക്കും വൃഷസേനൻ നകുലൻ്റെ കയ്യിലുണ്ടായിരുന്ന പരിചയം അങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ടും വൃഷസേനൻ അയക്കുന്ന അസ്ത്രങ്ങളെ നകുലൻ തൻ്റെ വാളുകൊണ്ട് മുറിച്ച് നിലത്തിട്ടുകൊണ്ടിരുന്നു.
അടുത്ത അസ്ത്രങ്ങൾ കൊണ്ട് വൃഷസേനൻ വീണ്ടും നകുലൻ്റെ വാളുകളും മുറിച്ചു. എന്നിട്ട് അടുത്ത അയച്ച ഇരുമ്പസ്ത്രം നകുലൻ്റെ പടച്ചട്ടയുടെ നടുക്ക് ഭാഗത്ത്, അതായത് നെഞ്ചിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്ന് തറച്ചു. അപ്പോൾ ഇനി സ്വന്തം ജീവൻ രക്ഷിക്കണമെന്നുള്ളതുകൊണ്ട് നകുലൻ അവിടെ നിന്ന് ഓടി ചാടി ഭീമസേനൻ്റെ രഥത്തിലേക്ക് കയറി. കർണൻ ഈ സമയത്ത് അവിടെ നിന്നുകൊണ്ട് എല്ലാം തകർത്തും തുടങ്ങി. ഈ സമയം പാണ്ഡവപക്ഷത്തിലെയും കൗരവപക്ഷത്തിലെയും മഹായോദ്ധാക്കൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. ഇരുകൂട്ടത്തിലെയും മഹായോദ്ധാക്കൾ ലക്ഷ്യം വെച്ചിരുന്ന മഹായോദ്ധാക്കളെ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ പോരാടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന സമയം നകുലപുത്രനായിട്ടുള്ള ശതാനീകനെ മാത്രമല്ലായിരുന്നു കർണപുത്രനായ വൃഷസേനൻ ലക്ഷ്യം വെച്ചത്. നകുലനിട്ടും അസ്ത്രങ്ങൾ എയ്തു, ഭീമസേനനിട്ടും അസ്ത്രങ്ങൾ എയ്തു, എന്തിനേറെ പറയണം പാവം ശ്രീകൃഷ്ണനിട്ടും 12 അസ്ത്രങ്ങൾ എയ്തു. അങ്ങനെ എണ്ണമറ്റ അസ്ത്രങ്ങളെ ഇങ്ങനെ തൊടുത്തുകൊണ്ടിരുന്ന സമയം ശ്രീകൃഷ്ണൻ്റെ രഥത്തിൽ നിന്നിരുന്ന അർജുനൻ കൃഷ്ണൻ്റെ ദേഹത്ത് അസ്ത്രമെയ്തതും നകുലൻ രഥമില്ലാതെ നിൽക്കുന്നതും കുതിരകളില്ലാതെ നിൽക്കുന്ന നകുലനെ ആക്രമിച്ചതും കണ്ടപ്പോൾ അർജുനന് സഹിക്കാൻ കഴിഞ്ഞില്ല. അർജുനൻ ക്രോധത്തോടുകൂടി വൃഷസേനന് നേരെ അസ്ത്രങ്ങൾ തൂകി. വൃഷസേനൻ പെട്ടെന്ന് ഈ അസ്ത്രങ്ങൾ വന്നത് എവിടെ നിന്നെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ കണ്ടതോ തൻ്റെ അച്ഛൻ്റെ ജന്മശത്രുവായിട്ടുള്ള അർജുനനെ, വിശ്വപ്രശസ്തനായ മഹാരഥി അർജുനനെ മുന്നിൽ കണ്ടപ്പോൾ വൃഷസേനൻ തൻ്റെ ധൈര്യം കൈവിട്ടില്ല. ധൈര്യത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് വൃഷസേനൻ അർജുനന് നേരെ അസ്ത്രങ്ങൾ അയക്കാനൊരുങ്ങി. എന്നാൽ വൃഷസേനൻ ഒരു ഗ്യാപ്പൊന്നും വെക്കുന്നില്ല. വീണ്ടും അസ്ത്രങ്ങൾ തൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ആദ്യം ഒരു സെറ്റ് അസ്ത്രങ്ങൾ അയച്ചു, വീണ്ടും അടുത്ത സെറ്റ് അസ്ത്രങ്ങൾ അയച്ചു, പിന്നെ ലാസ്റ്റ് അയച്ച അസ്ത്രങ്ങൾ കൊണ്ട് അർജുനൻ്റെ ദേഹം തുളച്ചു. ഇതും കൂടെ ആയപ്പോൾ ഈ 3 തവണ വൃഷസേനൻ ഇങ്ങനെ നിർത്താതെ അസ്ത്രങ്ങൾ ഇങ്ങനെ ഏത് സമയത്ത് വീണ്ടും വൃഷസേനൻ ഇങ്ങനെ ചാടിച്ചാടി നിൽക്കുക. കാരണം അർജുനനാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. അർജുനന് ദേഷ്യം വന്നു. അർജുനൻ ആ സമയത്ത് വൃഷസേനനെ കണ്ടപ്പോൾ അഭിമന്യുവിനെയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവണം. ക്രോധം വന്ന അർജുനൻ തൻ്റെ വലത്തെ കൈയിൽ നിന്ന് ഗാന്ധീപം ചുഴറ്റി ഇടത്തെ കൈയിലേക്ക് പിടിച്ചിട്ട് തൻ്റെ ആവനാഴിയിൽ നിന്നൊരു അസ്ത്രമെടുത്ത് ഗാന്ധീപത്തിൽ ഉറപ്പിച്ച് വെച്ച് ഞാണ് പിറക്കോട്ട് വലിച്ച് വൃഷസേനന് നേരെ വിട്ടു. ആ അസ്ത്രം വന്ന് വൃഷസേനൻ്റെ ഞാണ് മുറിച്ച് കളഞ്ഞു. ഞാണല്ല, വില്ല് മുറിച്ച് കളഞ്ഞു. വൃഷസേനൻ പൊങ്ങി നോക്കിയപ്പോൾ വീണ്ടും അർജുനൻ 3 അസ്ത്രങ്ങൾ അയച്ചു. ആ 2 അസ്ത്രങ്ങൾ വന്ന് വൃഷസേനൻ്റെ 2 കൈകൾ അറുത്ത് കളഞ്ഞു. പിന്നെ വന്ന അസ്ത്രം കർണപുത്രനായ മഹാരഥൻ വൃഷസേനൻ്റെ തലയറുത്ത് കളഞ്ഞു. ഇത് കണ്ട കർണന് സഹിക്കാൻ കഴിയാവുന്നതിനും അപ്പുറം ദുഃഖമുണ്ടായി. തൻ്റെ മൂത്ത പുത്രൻ കുരുക്ഷേത്ര ഭൂമിയിൽ കർണൻ ചില സമയങ്ങളിൽ പോരാടുന്നതിനെക്കാട്ടിയും അച്ഛനെ കടത്തിവെട്ടി പോരാടിയ മകനാണോ എന്ന് തോന്നുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും വൃഷസേനൻ പോരാടി. ആ തൻ്റെ മകൻ, തൻ്റെ അഭിമാനമായ തൻ്റെ മകൻ അവിടെ മരണപ്പെട്ട് വീണത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല കർണന്. കർണൻ ക്രോധത്തോടുകൂടി അസ്ത്രങ്ങൾ തൊടുത്തു. അർജുനൻ ദ്വന്ദ്വയുദ്ധം ലക്ഷ്യമാക്കി തന്നെ കർണന് നേരെയും പാഞ്ഞു. അങ്ങനെ ആ സമയം വന്നെത്തിയിരിക്കുന്നു. കാലാകാലങ്ങളായി കാത്തിരുന്ന ആ സമയം, ദ ക്ലാഷ് ഓഫ് ടൈറ്റൻസ്. കർണനും അർജുനനും ഏറ്റുമുട്ടാൻ പോകുന്ന ആ നിമിഷം. വാസുദേവൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന കടുവത്തോലുകൾ കൊണ്ടെല്ലാം പൊതിഞ്ഞലങ്കരിച്ചിട്ടുള്ള അർജുനൻ്റെ രഥം, ശല്യർ തെളിക്കുന്ന കടുവത്തോലുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള കർണൻ്റെ രഥം. ഒരു രഥത്തിൽ ഗാന്ധീപം കയ്യിൽ ഉറപ്പിച്ചു പിടിച്ച് അർജുനൻ, മറ്റൊരു രഥത്തിൽ വിജയം കയ്യിൽ ഉറപ്പിച്ചു പിടിച്ച് കർണൻ. എന്തിനും തയ്യാറായി ഈ 2 മഹാരഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അർജുനൻ്റെയും കർണൻ്റെയും കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്ത് വികാരമാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ആ യുദ്ധഭൂമിക്ക് ശോഭയേറിക്കൊണ്ട് ആ 2 രഥങ്ങളിലും പാറിപ്പറക്കുന്ന കൊടി. ഒരു കൊടിയിലാകട്ടെ ലങ്കാദഹനം കഴിഞ്ഞു നിൽക്കുന്ന ഹനുമാൻ, കപിധ്വജനായ അർജുനൻ്റെ കൊടി. മറ്റൊരു കൊടിയിലാകട്ടെ സ്വർണ്ണ നിറത്തിലുള്ള ആനച്ചങ്ങല. ഇതാണ് സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിഞ്ഞത്. കുറച്ച് മൃഗങ്ങളൊക്കെ ചുറ്റിനുമുണ്ട്. എന്നാൽ വേദവ്യാസൻ നൽകിയ ദിവ്യദൃഷ്ടി കൊണ്ട് അവിടെ നിന്ന് കണ്ട സഞ്ജയൻ കണ്ടതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കണ്ണുകൾ അടച്ചാലും എന്നിട്ട് അകക്കണ്ണ് തുറന്ന് കണ്ടാലും കുരുക്ഷേത്ര ഭൂമിയിൽ അണിനിരന്നിരിക്കുന്ന ആ വൻപടകളുടെ നടുക്കായി ആ 2 രഥങ്ങൾ, ആ 2 രഥങ്ങളിൽ ആ 2 മഹാരഥന്മാർ പോരാടാൻ സജ്ജമായി നിൽക്കുകയാണ്. പെട്ടെന്ന് ദിവ്യദൃഷ്ടിയിൽ നോക്കിയപ്പോൾ ആകാശം സ്വർണ്ണ നിറത്തിലായി. ആകാശം സ്വർണ്ണ നിറത്തിലായ ആ സമയം ചുറ്റിനുമുണ്ടായിരുന്ന പടയാളികളും സൈനികരും മഹാരഥന്മാരും യോദ്ധാക്കളും ക്ഷത്രിയരും എല്ലാവരും പകുതി കാണാൻ പറ്റുന്ന രൂപത്തിലായി മങ്ങി. ആകാശത്തിൽ ചില തെളിഞ്ഞ രൂപങ്ങൾ കണ്ടു തുടങ്ങി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദേവന്മാരായിരുന്നു. കൂടെ ദേവന്മാർ മാത്രമല്ല, അവിടെ ഗന്ധർവന്മാരുണ്ട്, അപ്സരസുകളുണ്ട്, യക്ഷന്മാരുമുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ വട്ടം കൂടി നിരന്നു നിന്ന് ഈ യുദ്ധം കാണാൻ നിൽക്കുന്നു. ഭൂമിയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. നോക്കിയപ്പോൾ പലതരം ജീവികൾ വന്ന് ചുറ്റിനും നിൽക്കുകയാണ് ഈ യുദ്ധം കാണാൻ.
വല്ലാത്തൊരു ശബ്ദം അന്തരീക്ഷത്തിൽ, അതായത് ആകാശത്തിനും ഭൂമിയിലും നടുക്കുള്ള ആ സ്ഥലത്ത് എന്തോ വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നു, വല്ലാത്തൊരു അന്തരീക്ഷവും ഉണ്ടാകുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ അസുരന്മാർ, ദാനവന്മാർ, ദൈത്യന്മാർ, രാക്ഷസന്മാർ, തീർന്നില്ല, പിശാചുക്കൾ, അങ്ങനെ കണ്ടും കാണാത്തതും ഗോപ്യമായിട്ടുള്ളതുമല്ലാത്തതുമായിട്ടുള്ള എല്ലാത്തര രൂപങ്ങളും അവിടെ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നു. കണ്ടാൽ പേടിക്കുന്ന രൂപത്തിലും അല്ലാത്ത രൂപത്തിലും ഭൂതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഭൂമി ഇളകാൻ തുടങ്ങി. ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് ഒരു വലിയ സ്വർണ്ണ നിറത്തിലുള്ള നാഗം ചാടി ഇങ്ങ് പുറത്തേക്ക് വന്നു, പത്തിയും വിടർത്തിയിട്ട്. ആ നാഗം മനുഷ്യരൂപത്തിലായി. വാസുകിയായിരുന്നു. കൂടെ മറ്റു ചില നാഗങ്ങളും വന്നു. ചിത്രസേനൻ, തക്ഷകൻ, ഉപതക്ഷകൻ, അങ്ങനെ നാഗശ്രേഷ്ഠന്മാർ വന്നു. ആ നാഗശ്രേഷ്ഠന്മാരുടെ കൂടെ മറ്റുള്ള നാഗങ്ങളും സർപ്പങ്ങളും വന്നു. അവരും വട്ടം കൂടി യുദ്ധം കാണാൻ സജ്ജമായി നിൽക്കുന്നു. വീണ്ടും ആകാശമാർഗത്തിൽ തിളക്കം. സിദ്ധന്മാർ, മുനിശ്രേഷ്ഠന്മാർ, മഹർഷികളെല്ലാം ആകാശമണ്ഡലത്തിൽ വന്ന് നിൽക്കുന്നു. വീണ്ടും എന്തോ രൂപമാറ്റങ്ങൾ സംഭവിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ മരുത്തുക്കളും അഷ്ടവസുക്കളും അഷ്ടദിക്കുകളും, 10 ദിക്കുകൾ രൂപമെടുത്ത് വന്നിരിക്കുന്നു. അഷ്ടദിക്പാലകന്മാർ വന്നിരിക്കുന്നു. വിശ്വദേവന്മാരും സാധ്യകളും വന്ന് നിൽക്കുന്നു. ഇതിൻ്റെ കൂടെ 11 രുദ്രന്മാരും വന്ന് നിൽക്കുന്നു. ഇതിൻ്റെ കൂടെ വീണ്ടും ദിവ്യമായിട്ടുള്ള വെളിച്ചം വന്ന് അവിടെ ദിവ്യരൂപങ്ങൾ വന്നു. ആരൊക്കെയായിരുന്നു? അശ്വിനി ദേവന്മാർ, അഗ്നിദേവൻ, വായുദേവൻ, വരുണദേവൻ, ഇന്ദ്രദേവൻ, സൂര്യദേവൻ. കർണൻ്റെയും അർജുനൻ്റെയും പിതാക്കന്മാരും അവിടെ എത്തി. അങ്ങനെ ഒരു രൂപം. ഭൂമി, പാതാളം, കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ലോകങ്ങൾ, അവിടെ നിന്നൊക്കെ ആളുകൾ വന്നിങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. അർജുനനും കൃഷ്ണനും ചുറ്റും ഈ ഒരു തിളക്കം. അർജുനനും കർണനും നിൽക്കുന്ന ആ ഒരു യുദ്ധഭൂമിയെ വട്ടം ചുറ്റി ഇങ്ങനെ ഒരു ദിവ്യമായ തിളക്കം. പെട്ടെന്ന് ആകാശത്തൊരു വലിയ താമര വിടർന്നു. ആ താമരയിൽ സാക്ഷാൽ ബ്രഹ്മദേവനെത്തി. അതായത് കുറച്ചുകൂടെ സൂമൗട്ട് ചെയ്തപ്പോൾ അവിടെ വലിയൊരു താമരയുണ്ടായി. ആ വലിയ താമരയിൽ നിന്ന് ബ്രഹ്മദേവൻ വന്നു ഈ കാഴ്ച കാണാൻ. ബ്രഹ്മദേവൻ്റെ കൂടെ ബ്രഹ്മർഷികളും പ്രജാപതികളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ രൂപമാറ്റങ്ങൾ വന്നു തുടങ്ങി. കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഏതോ ഒരു വിശ്വത്തിലെ ഏറ്റവും വലിയ ശക്തി വരുന്നതിൻ്റെ ഒരു അടയാളം ആകാശത്തിലും ഭൂമിയിലും വായുവിലുമൊക്കെ കാണാൻ തുടങ്ങി. സുഗന്ധം മണക്കാൻ തുടങ്ങി. ഒരു സന്തോഷം മണക്കാൻ തുടങ്ങി. അങ്ങനെ പലതരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങൾ വരാൻ തുടങ്ങി. മംഗളകരമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ വന്നു തുടങ്ങി. പെട്ടെന്ന് അവിടെ അണിനിരന്നു നിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളും, ദാനവന്മാരും ദൈത്യന്മാരും അസുരന്മാരും ദേവന്മാരും എല്ലാവരും അവരുടെ കൈകൾ കൂപ്പി. പെട്ടെന്ന് അവിടെ വലിയൊരു വെളിച്ചം വീഴുന്നു. ആ വെളിച്ചമെന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോകത്തിൽ അതിനെക്കാട്ടിയും തേജസ്സുള്ളൊരു വെളിച്ചമില്ല എന്ന് തോന്നിക്കുന്ന കണക്കൊരു വലിയ തേജസ് അവിടെ ഇങ്ങനെ ഉണ്ടായി. ആ തേജസ്സിലേക്ക് നോക്കി ഇവരെല്ലാവരും തൊഴുതു നിന്നു. അസുരന്മാർക്ക് ആ തേജസ്സിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഹര ഹര മഹാദേവ നമഃ ശിവായ എന്ന്. പെട്ടെന്ന് ആ വെളിച്ചത്തിൽ നിന്ന് ഒരു അഗ്നി, സൂര്യൻ്റെ ഒരു തേജസ് ഇങ്ങനെ അങ്ങ് വന്നു. ആ തേജസ് ഒരു രൂപമായി. ആ രൂപത്തിന് വിരിഞ്ഞ നെഞ്ചുകളുണ്ടായിരുന്നു. മുട്ടുവരെ നീളമുള്ള കൈകളുണ്ടായിരുന്നു. കൈകളെല്ലാം ഒരു മഹാശക്തൻ്റെ കൈ. ഈ സമയം അർജുനനും കർണനും ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടുകൂടി മുകളിലേക്കിങ്ങനെ നോക്കി. കൃഷ്ണൻ്റെ അകാരണമായിട്ടുള്ള പുഞ്ചിരി കർണനും ശല്യരും അർജുനനും ശ്രദ്ധിച്ചു. പക്ഷെ അതിനുള്ള സമയമില്ല. അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുക. കൃഷ്ണൻ ചിരിയോടുകൂടി മുകളിലോട്ടിങ്ങനെ നോക്കി. ആ ചിരിയെന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി മനോഹരമായൊരു ചിരി ഉണ്ടോ എന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു ചിരി. ആകാശത്തിൽ ആ ദിവ്യമായിട്ടുള്ള രൂപത്തിൽ ഇവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായി ആ രൂപത്തിനെ ആളുകൾക്ക് വ്യക്തമായി കാണാൻ തുടങ്ങി. ഉടുത്തിരിക്കുന്നത് പുലിത്തോല്, ആനത്തോല് കൊണ്ട് പുതച്ചിരിക്കുന്നു. കഴുത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള വാസുവി ഇങ്ങനെ ചുറ്റി നിൽക്കുന്നു. പതുക്കെ ആ 2 കണ്ണുകൾ തുറന്ന് ലോകത്തിനെ നോക്കിയപ്പോൾ ലോകത്തിന് അത്രയും മംഗളകരമായ അനുഗ്രഹം കിട്ടിയ ഒരനുഭവം. സാക്ഷാൽ ദേവദേവനായ മഹാദേവൻ, മംഗളകാരിയായ ശിവൻ. അങ്ങനെ ഈ പോരാട്ടം ആരംഭിക്കുന്നതിന് മുൻപ് കർണൻ ശല്യരോട് ചോദിച്ചു, ഇപ്രാവശ്യം മാതൃരാജനെന്നോ ശല്യാന്നോ ഒന്നുമല്ല വിളിച്ച, പ്രിയപ്പെട്ട മിത്രമേ, ഞാൻ ഈ യുദ്ധത്തിൽ എങ്ങാനും എന്നെ അർജുനൻ വധിച്ചാൽ അങ്ങ് എന്തു ചെയ്യും? സത്യസന്ധമായി പറ. ശല്യര് പറഞ്ഞു, ഏതെങ്കിലും വിധത്തിൽ അങ്ങ് വധിക്കപ്പെടുകയാണെങ്കിൽ കർണ, ഞാൻ മാധവനെയും
പാണ്ഡവനെയും കൊല്ലുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഇതേ സമയം അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, അല്ലയോ മാധവ, ഏതെങ്കിലും വിധത്തിൽ ഞാൻ വധിക്കപ്പെടുകയാണെങ്കിൽ അങ്ങ് എന്ത് ചെയ്യുമെന്ന്. കൃഷ്ണൻ അട്ടഹസിക്കുകയാണ് ചെയ്തത്. അട്ടഹസിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഈ ഭൂമി രണ്ടായി പിളർന്നാലും ആകാശം വെണ്ണീറായാലും സമുദ്രത്തിലെ ജലമത്രയും വറ്റിപ്പോയാലും പോലും നീ ഇന്ന് വധിക്കപ്പെടത്തില്ല, നീ ഇന്ന് തോൽക്കത്തില്ല, നീ ഉറപ്പായും കർണനെ വധിച്ചിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നാലും നീ ചോദിച്ച ചോദ്യത്തിനൊരു മറുപടി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം. നിനക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ ഈ ഭൂമണ്ഡലം ഉണ്ടാകത്തില്ല. എൻ്റെ ഈ 2 കൈകൾ കൊണ്ട് ഞാൻ കർണനെയും ശല്യരെയും വധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ അർജുനൻ പറഞ്ഞു, കർണനും ശല്യരെയും ഒന്നും ഞാൻ വകവയ്ക്കുന്നില്ല, അവരെനിക്കൊന്നുമല്ല. ഇന്ന് ബാക്കി വെച്ച കണക്കുകളെല്ലാം ഞാൻ തീർക്കും. അഭിമന്യു മരിച്ചതിന് ശേഷം സമാധാനപ്പെടാതിരുന്ന സുഭദ്രയെ, മാധവ, അങ്ങേക്ക് ഇന്ന് സമാധാനിപ്പിക്കാൻ കഴിയും. എല്ലാ കണക്കുകളും ഞാൻ തീർക്കും. കർണനും അർജുനനും അവരുടെ വില്ലുകൾ ഉയർത്തി പരസ്പരം തങ്ങളുടെ സൈന്യങ്ങളെ മുടിക്കാൻ തുടങ്ങി. ഇവരുടെ വില്ലിൽ നിന്ന് വന്ന അസ്ത്രങ്ങൾ തങ്ങളുടെ 2 കൂട്ടരുടെയും സൈന്യങ്ങളെ നശിപ്പിച്ച് വിട്ടുകൊണ്ടിരുന്ന ആ സമയം ദുര്യോധനൻ, കൃപാചാര്യര്, കൃതവർമാവ്, ശകുനി, അശ്വത്ഥാമാവ് ഇവരെല്ലാവരും കൂടെ കയറി അർജുനനെ ആക്രമിക്കാനൊരുങ്ങി. പെട്ടെന്ന് അർജുനൻ അതിവേഗത്തിൽ തൻ്റെ ഗാണ്ഡീവം ചലിപ്പിക്കുന്നത് കണ്ടു. എന്തൊക്കെയോ അവരുടെ രഥത്തിൻ്റെ അടുത്തൂടെ പോയതുപോലെ അവർക്ക് തോന്നി. പെട്ടെന്ന് അവരുടെ വില്ലുകൾ മുറിഞ്ഞു, കൊടികൾ മുറിഞ്ഞു, ആവനാഴി മുറിഞ്ഞു, ആയുധങ്ങൾ മുറിഞ്ഞു, ആവനാഴി എത്ത് വീണു. അതുപോലെ തന്നെ സാരഥികൾക്കും മുറിവേറ്റു. ക്ഷണനേരം കൊണ്ട് അർജുനൻ അവരെ നിരായുധരാക്കി. ശേഷം പല ദേശത്തു നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ശകരും തുകരന്മാരും യവനന്മാരും കാംബോജരും കൂടെ ചേർന്ന് അർജുനനെ ആക്രമിച്ചു. അർജുനൻ അങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ പോയപ്പോൾ അവിടെ രഥങ്ങൾ തകർന്നു വീണു, ഗജങ്ങൾ വീണു, കുതിരകൾ വീണു, കൈകാലുകൾ എത്തി വീണു. അവിടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളും സൈനികരും എല്ലാവരും നിലത്ത് വീണു. ക്ഷണനേരം കൊണ്ട് അർജുനൻ അവരെയും വധിച്ചു. പെട്ടെന്ന് ആകാശത്തു നിന്ന് അർജുനൻ നിൽക്കുന്ന സ്ഥലത്ത് പുഷ്പവൃഷ്ടിയുണ്ടായി. ഈ ഒരു അത്ഭുതകരമായ പ്രകടനം അർജുനൻ കാഴ്ചവെച്ചതുകൊണ്ട് അർജുനൻ ചെയ്ത ഈ പ്രവൃത്തിയും അർജുനന് മേൽ ദിവ്യമായ പുഷ്പവൃഷ്ടി ഉണ്ടാകുന്നതും ദുര്യോധനനും കർണനും കണ്ടു. പക്ഷെ അവർക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും തോന്നിയില്ല, വലിയ അത്ഭുതവും തോന്നിയില്ല. അവരിങ്ങനെ നോയിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് ദുര്യോധനൻ്റെ കയ്യിൽ ശക്തമായ ഒരു കൈ ഇങ്ങനെ വന്ന് പിടിച്ചു. ദുര്യോധനൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അശ്വത്ഥാമാവിനെയാണ് കണ്ടത്. ദുര്യോധനനെ ഇങ്ങനെ പിടിച്ചിട്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, ദുര്യോധന, മതിയാക്ക്, എൻ്റെ അച്ഛൻ അവസാനിച്ചു. ഭീഷ്മപിതാമഹൻ ശരശയ്യയിലായി, എല്ലാം മുടിഞ്ഞില്ലേ, അവസാനിപ്പിക്കേ, പാണ്ഡവരുമായി സന്ധി ചെയ്യ് എന്ന് പറഞ്ഞു. സ്വന്തം അച്ഛൻ വധിക്കപ്പെട്ടിട്ടാണ് അശ്വത്ഥാമാവ് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അതാലോചിക്കണം, അത്ര ഗ്രേറ്റ് ക്യാരക്ടറാണ്. അശ്വത്ഥാമാവ് പറഞ്ഞു, ഈ യുദ്ധം അവസാനിപ്പിക്കേ, നീ എന്നോടൊരു വാക്ക് പറ, എന്നോടൊരു വാക്ക് നീ പറഞ്ഞാൽ ഞാൻ പോയി അർജുനനോട് പറയാം. ഞാൻ അർജുനന് പൂജനീയനാണ്. ഞാൻ പറഞ്ഞാൽ അർജുനൻ കേൾക്കാതിരിക്കത്തില്ല. ഞാൻ ചെന്ന് അർജുനനോടും കൃഷ്ണനോടും പറയാം. കൃഷ്ണൻ ഞാൻ പറയുന്നതിനെ മാനിക്കും. ഞാൻ അർജുനനോടും കൃഷ്ണനോടും പറഞ്ഞാൽ അവർ യുദ്ധം അവസാനിപ്പിക്കും. യുധിഷ്ഠിരനാണെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരുവന്. യുധിഷ്ഠിരനോട് ഞാൻ ചെന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരനും യുദ്ധം അവസാനിപ്പിക്കും. യുധിഷ്ഠിരൻ യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്നെ ഭീമൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. യുധിഷ്ഠിരൻ എന്ത് പറഞ്ഞാലും ഭീമൻ അതനുസരിക്കും. അതുപോലെ തന്നെ നകുല സഹദേവന്മാരും. അത് കേട്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഇല്ല മിത്രമേ അശ്വത്ഥാമാവേ, അതിനുള്ള സമയമൊക്കെ കടന്നുപോയി. എൻ്റെ അനിയൻ ദുശാസനനെ ഭീമൻ വധിച്ചത് കണ്ടതല്ലേ. ആ സമയത്ത് അവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതും കൂടെയൊക്കെ കേട്ടിട്ട് എനിക്കിനി യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങ് അർജുനനെ പേടിച്ചിട്ടാണെങ്കിൽ പേടിക്കണ്ട. അർജുനനെ നോക്ക്, അവൻ ക്ഷീണിച്ച് നിൽക്കുക, അവന് നല്ല പണിയിട്ട് ക്ഷീണിച്ച് നിൽക്കുക. അതുകൊണ്ട് തന്നെ കർണൻ അവനെ വധിച്ചോളൂ. ഞാൻ നേരത്തെ പറയാതെ വിട്ടൊരു ഡയലോഗ് ഉണ്ടെന്ന് തോന്നുന്നു, ഈ വീഡിയോയിലോ കഴിഞ്ഞ വീഡിയോയിലോ ആണെന്ന് തോന്നുന്നു. കർണൻ പറയുന്നുണ്ട്, കൗരവപക്ഷത്തിലെ മഹാരഥന്മാരെയും ക്ഷത്രിയരെയും ഒക്കെ വിളിച്ചിട്ട് കർണൻ പറയുന്നുണ്ട്, അർജുനൻ നിൽക്കുന്നു, നിങ്ങളെല്ലാവരും അർജുനനെ എല്ലാ ദിശകളിൽ നിന്നും ആക്രമിച്ചാലും, അർജുനനെ എല്ലാ ദിശയിൽ നിന്നും ആക്രമിച്ച് അവനെ ക്ഷീണിപ്പിച്ചാലും അതിനുശേഷം ഞാൻ അവനെ വധിക്കുന്നതായിരിക്കും. അവനെ എൻ്റെ മുന്നിൽ ക്ഷീണിപ്പിച്ചു തന്നാൽ ഞാൻ അവനെ വധിക്കുന്നതായിരിക്കുമെന്ന് അംഗരാജൻ കർണൻ പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ പോരാടി അർജുനൻ ക്ഷീണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ദുര്യോധനനെ പറഞ്ഞത്. അശ്വത്ഥാമാവ് നിശബ്ദനായി, ഒന്നും മിണ്ടിയില്ല. ദുര്യോധനൻ പറഞ്ഞതിനെ സമ്മതിച്ചു കൊടുത്തു. കർണനും അർജുനനും പരസ്പരം അതിഗംഭീരമായ പോരാട്ടം ആരംഭിച്ചു.
പരസ്പരം അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശമാർഗം ഇവരുടെ അസ്ത്രങ്ങൾ വന്ന് തകർന്നു വീണുകൊണ്ടിരിക്കുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് രഥങ്ങളിങ്ങനെ വട്ടം ചുറ്റി അസ്ത്രങ്ങൾ എയ്യുമ്പോൾ ഈ അസ്ത്രങ്ങളിങ്ങനെ തട്ടിപ്പൊടിഞ്ഞു വീഴുന്നത് ആളുകൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ര പ്രസിഷനിലാണ് ഈ അസ്ത്രങ്ങൾ വന്ന് കൂട്ടിമുട്ടുന്നത്. കർണൻ്റെയും അർജുനൻ്റെയും ഈ പ്രകടനം കണ്ടുടനെ സോമകര് പറഞ്ഞു, അർജുന, പെട്ടെന്ന് കർണൻ്റെ ശിരസറ്റാലും പെട്ടെന്ന് കർണനെ വകവരുത്തിയാലും എന്ന് പറഞ്ഞു. കർണൻ പെട്ടെന്ന് അർജുനന് നേരെ 10 അസ്ത്രങ്ങൾ അയച്ചു. 10 അസ്ത്രങ്ങൾ അർജുനൻ്റെ ദേഹത്ത് തറച്ചു. അർജുനൻ തിരിച്ചും നല്ല മൂർച്ചയേറിയ കൂർത്തുമൂർത്ത 10 ശരങ്ങൾ തിരിച്ച് കർണൻ അയച്ചു, കർണൻ്റെ ദേഹത്തേക്ക് കൊണ്ടു. അവരിങ്ങനെ പരസ്പരം അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ അയച്ച് പരസ്പരം ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ക്രൂരമുഖത്തോടുകൂടി ദേഷ്യത്തോടുകൂടി പരസ്പര വൈരാഗ്യത്തോടുകൂടി ഇങ്ങനെ നോക്കി പല്ലുറുമിക്കൊണ്ട് അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ഭീമസേനൻ, ഇത് കണ്ടിട്ട് പുള്ളിക്കാരൻ എനർജറ്റിക് ആയിട്ടാണെന്ന് തോന്നുന്നു, ഒരുപാട് ദേഷ്യമൊക്കെ വന്നിട്ട് ഭീമസേനൻ കൈ ഇങ്ങനെ മുറുക്കി പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, അർജുന, എങ്ങനെയാണ് ആദ്യം കർണൻ നിന്റെ ദേഹത്ത് 10 അസ്ത്രങ്ങൾ എയ്ത് കൊള്ളിച്ചത്? അന്ന് ഗാണ്ഡവദഹനം നടത്തി അഗ്നിദേവനെ സന്തോഷിപ്പിച്ച സമയത്ത് നിനക്കുണ്ടായിരുന്ന വീര്യമോർമ്മയുണ്ടോ? ആ വീര്യത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവനെ വധിച്ചാലും അവനെ പ്രഹരിച്ചാലും അല്ലെങ്കിൽ ഞാൻ അവനെ എൻ്റെ ഗത കൊണ്ട് തല്ലിക്കൊല്ലാം എന്ന് ഭീമസേനൻ പറഞ്ഞു. അർജുനൻ അയക്കുന്ന അസ്ത്രങ്ങളെ കർണൻ തകർത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, പാർത്ഥ, ഏതു വിധത്തിലാണ് നീ അയക്കുന്ന അസ്ത്രങ്ങൾ കർണൻ ഇന്ന് തകർത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്? നിന്റെ ആയുധങ്ങളെ കർണൻ തട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിന്റെ മുഖത്ത് സംശയങ്ങൾ നിഴലിക്കുന്നത് എന്തുകൊണ്ടാ? നീ അയച്ച അസ്ത്രങ്ങൾ, നീ അയച്ച ആയുധങ്ങൾ, ആ ആയുധങ്ങളെയെല്ലാം കർണൻ തകർത്തു എന്ന് മനസ്സിലാക്കിയ കൗരവർ കർണന് വേണ്ടി ജയാരവങ്ങൾ മുഴക്കുന്നത് നീ കേൾക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് നിന്റെ മുഖം സംശയം നിറഞ്ഞൊരു മുഖമായി എനിക്ക് തോന്നുന്നത്? അർജുനനൊന്നും മിണ്ടിയില്ല. കൃഷ്ണൻ പതുക്കെ അർജുനനോട് പറഞ്ഞു, അർജുന, നീ ആരാണെന്ന് സ്മരിച്ചാലും, നീ ആരായിരുന്നുവെന്ന് സ്മരിച്ചാലും അസുരനിഗ്രഹം നീ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അഹങ്കാരികളായ ക്ഷത്രിയരെ നീ വീഴ്ത്താൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. യുഗങ്ങൾക്ക് മുൻപ് ത്രേതായുഗത്തിൽ നീ പലതരം രാക്ഷസന്മാരെയും വധിച്ചിട്ടുണ്ട്, അതോർക്ക്. യുഗങ്ങൾക്ക് മുൻപ് നീ ഒരുപാട് രാക്ഷസന്മാരെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്, അതോർക്ക്. ഇരുട്ടിൽ നീ വെളിച്ചമായിട്ടുണ്ട്, കവചങ്ങളെ തകർക്കുന്ന ആയുധമായിട്ടുണ്ട്, ഓർക്കൂ. ദംഭോദ്ഭവൻ എന്ന അസുരനെ നീ പരാജയപ്പെടുത്തിയത് ഓർക്കൂ എന്ന് പറഞ്ഞു. ഈ ദംഭോദ്ഭവൻ ആരാണെന്നറിയോ? ഈ ദംഭോദ്ഭവനാണ് സഹസ്രകവചൻ എന്ന് പറയുന്ന അസുരൻ. ഈ സഹസ്രകവചനെ നരനാരായണന്മാർ പരാജയപ്പെടുത്തി. സഹസ്രകവചൻ്റെ 999 കവചങ്ങളും നരനാരായണന്മാർ തകർത്ത് വിട്ടു എന്നാണ് പറഞ്ഞേ. ബാക്കി ഒരു കവചമുണ്ട്. ആ കവചം കൊണ്ട് ഈ ദംഭോദ്ഭവനാണ് കർണനായി പുനർജനിച്ചതെന്ന്, അതായത് സഹസ്രകവചൻ എന്ന അസുരനാണ് കർണനായി പുനർജനിച്ചതെന്ന് പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്, നീ ദംഭോദ്ഭവനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഓർക്കൂ. ഇതിനു മുമ്പ് ഇത് നീ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, ഇതിനു മുമ്പും നീ ചെയ്തിട്ടുണ്ട്. യുഗങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നിൻ്റെ ആ ധീരത, നിൻ്റെ ആ വീര്യം, അതിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ്റെ ശിരസറുത്താലും എന്ന് കൃഷ്ണൻ പറഞ്ഞു. ശ്രീകൃഷ്ണസ്വാമിയും ഭീമസേനനും ഈ പറഞ്ഞത് കേട്ടിട്ട് അർജുനൻ ഒന്നും മിണ്ടിയില്ല. തൻ്റെ ഉള്ളിലേക്ക് നോക്കി, തൻ്റെ ആത്മാവിലേക്ക് നോക്കി. ആ ആത്മാവിൽ ഒരു വെളിച്ചം കാണാൻ കഴിഞ്ഞു. കാന്താര സിനിമയുടെ ഡയലോഗ് പോലെ, വെളിച്ചം, പ്രകാശത്തിലെല്ലാം വ്യക്തമാകും, എന്നാൽ അത് പ്രകാശമല്ല, അത് ദർശനമാണ്. നരൻ, അർജുനൻ്റെ ഉള്ളിലെ ആ പ്രകാശത്തിൽ അർജുനൻ ആരാണെന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു. ആ പ്രകാശം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അംശമായ നരൻ്റെ ദർശനമായിരുന്നു എന്നും അർജുനൻ മനസ്സിലാക്കി. ഇതൊക്കെ തത്വാർത്ഥങ്ങളും കൂടെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ നമ്മളിതെന്തെങ്കിലും പറയുകയോ ചെയ്താൽ അവരെ തർക്കിക്കാൻ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അർജുനൻ അതാണ് ഇവിടെ ചെയ്തത്. തൻ്റെ ജ്യേഷ്ഠനായ ഭീമനും തൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള തൻ്റെ കൃഷ്ണനും ഇത് പറഞ്ഞപ്പോൾ അർജുനൻ ഉള്ളിലേക്കാണ് നോക്കിയത്. അർജുനൻ തിരിച്ചറിഞ്ഞു അർജുനൻ്റെ ശക്തിയെ. ഞാൻ ശക്തമായിട്ടുള്ള ഒരു ദിവ്യാസ്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ് മാധവ. അങ്ങയുടെ അനുവാദത്തോടുകൂടി, പ്രപഞ്ചശക്തികളുടെ അനുവാദത്തോടുകൂടി ഞാൻ ശക്തമായിട്ടുള്ള ഒരായുധം പ്രയോഗിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അർജുനൻ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചു. ഈ ബ്രഹ്മാസ്ത്രം ദ്രോണർ തൊടുത്ത ബ്രഹ്മാസ്ത്രവും ദ്രോണരുടെ ബ്രഹ്മാസ്ത്രം തടുക്കാനായിട്ട് അർജുനൻ തൊടുത്ത ബ്രഹ്മാസ്ത്രവും അല്ല. ഇത് നേരത്തെ കർണൻ തൊടുത്ത ബ്രഹ്മാസ്ത്രം ഉണ്ടല്ലോ, കർണൻ ബ്രഹ്മാസ്ത്രം നേരത്തെ തൊടുത്തല്ലോ.
ഞാൻ പറഞ്ഞല്ലോ ദിവ്യാസ്ത്രങ്ങൾ 2 വകഭേദമുണ്ടെന്ന്. കർണൻ നേരത്തെ തൊടുത്ത ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഒരുപാട് അസ്ത്രങ്ങൾ വരുവാ ചെയ്തേ. അസ്ത്രങ്ങൾ മഴ പെയ്യിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് അർജുനൻ ഇപ്പോൾ തൊടുക്കുന്നത്. കർണൻ തൊടുത്ത അതേ ബ്രഹ്മാസ്ത്രമാണ് അർജുനനും ഇപ്പോൾ തൊടുക്കുന്നത്. അർജുനൻ ആ ബ്രഹ്മാസ്ത്രം തൊടുത്ത സമയത്ത് ഊർജ്ജസ്വലമായിട്ടുള്ള ഒരുപാട് 100 കണക്കിന് അസ്ത്രങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പല ദിശകളിലോട്ട് ഇങ്ങനെ തെറിച്ചു. അങ്ങനെ അർജുനൻ ആവാഹിച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് വരുന്ന അസ്ത്രങ്ങൾ 10 ദിക്കുകളിലോട്ട് ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നത് കണ്ടുടനെ കർണനും ആയിരക്കണക്കിന് അസ്ത്രങ്ങളെ അവിടെ സൃഷ്ടിച്ചു. ആ അസ്ത്രങ്ങൾ കർണനും തൊടുത്തുകൊണ്ടിരുന്നു. കർണൻ അയച്ച അസ്ത്രങ്ങൾ ഭീമസേനൻ്റെ ദേഹത്തും മറ്റുള്ള പടയുടെ ദേഹത്തും കൃഷ്ണൻ്റെ ദേഹത്തുമൊക്കെ തറച്ചു. അപ്പം ഭീമസേനൻ്റെ ദേഹത്തും കൃഷ്ണൻ്റെ ദേഹത്തും അസ്ത്രം തറച്ചു എന്ന് കണ്ട അർജുനന് ക്രോധം പല മടങ്ങായി വർദ്ധിച്ചു. ഭീമസേനൻ്റെ ദേഹത്തും കൃഷ്ണൻ്റെ ദേഹത്തും 3 അസ്ത്രങ്ങൾ വീതം കർണൻ എയ്തു കയറ്റി. ശേഷം കർണൻ 14 അസ്ത്രങ്ങളും എയ്തു. ഇത് കണ്ട അർജുനൻ, അതായത് തൻ്റെ ജ്യേഷ്ഠനായ ഭീമൻ്റെ ദേഹത്തും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ടുള്ള കൃഷ്ണൻ്റെ ദേഹത്തും 3 അസ്ത്രങ്ങൾ വീതം കർണൻ എയ്ത് കയറ്റിയത് കണ്ടുടനെ അർജുനൻ്റെ ദേഷ്യം വന്നു. അതിനുശേഷം 14 അസ്ത്രങ്ങളും കൂടെ കർണൻ എയ്തല്ലോ. അർജുനൻ തുരുതുര അസ്ത്രങ്ങൾ എയ്തു. ചുറ്റിനും നിൽക്കുന്നവരെ അസ്ത്രം എയ്തു. അർജുനൻ സുഷേണനെ അസ്ത്രം എയ്തു, ശല്യരെ അസ്ത്രം എയ്തു. അങ്ങനെ ഒരു അസാമാന്യ അസ്ത്രപ്രയോഗം നടത്തിയതിനു ശേഷം കർണൻ ഭീമസേനൻ്റെ ദേഹത്തും കൃഷ്ണൻ്റെ ദേഹത്തും 3 അസ്ത്രങ്ങൾ വീതം എയ്ത് കയറ്റി. ഇത് കണ്ട അർജുനന് ദേഷ്യം വന്നു. കർണൻ വീണ്ടും 14 അസ്ത്രങ്ങൾ അയച്ചു. ഇതും കൂടെ ആയപ്പോൾ അർജുനന് ദേഷ്യം വന്നിട്ട് അർജുനൻ സുഷേനൻ്റെ ദേഹത്തേക്ക് 1 അസ്ത്രം അയച്ചു, ശല്യരുടെ ദേഹത്തേക്ക് 4 അസ്ത്രം, കർണൻ്റെ ദേഹത്തേക്ക് 3 അസ്ത്രം. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സഭാപതി എന്ന് പറയുന്ന കൗരവ രാജകുമാരൻ, ആ കൗരവ രാജകുമാരൻ്റെ കൈകളും തലയും അറുത്തു. എന്നിട്ട് അർജുനൻ അവിടെ നിന്നുകൊണ്ട് ചുറ്റിനും അസ്ത്രങ്ങൾ എയ്തു. ചുറ്റിനും അസ്ത്രങ്ങൾ എയ്തിട്ട് 400 ആനകളെ, 800 രഥങ്ങളെ, 1000 കുതിരകളെ, 8000 കാലാൾ പടയാളികളെ അർജുനൻ അങ്ങ് വധിച്ചു കയറ്റി. അർജുനന് ദേഷ്യം അടങ്ങുന്നില്ല. കർണൻ്റെയും അർജുനൻ്റെയും യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. അർജുനൻ്റെ ഗാന്ധീപത്തിൻ്റെ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ആ സമയം 100 കണക്കിന് അസ്ത്രങ്ങൾ കൊണ്ട് കർണൻ അർജുനനെ പ്രഹരിച്ചു. ശേഷം 60 കണക്കിന് അസ്ത്രങ്ങൾ കൊണ്ട് കൃഷ്ണനെയും പ്രഹരിച്ചു. ഇത് കണ്ട സോമകന്മാർ അവിടെ നിന്ന് ഭയന്നോടി. അർജുനൻ്റെ ദേഹം മുഴുവനും കർണൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് മുറിപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ കർണനെ തിരിച്ച് അർജുനൻ ആക്രമിക്കാനൊരുങ്ങി. എന്നിട്ട് കർണൻ അയച്ച അസ്ത്രങ്ങളെല്ലാം അർജുനൻ തകർത്ത് വിട്ടുകൊണ്ടിരുന്നു. ശേഷം അർജുനൻ ശല്യരുടെ ദേഹത്തേക്ക് 8 അസ്ത്രങ്ങൾ ചെയ്ത് ശല്യരുടെ പടച്ചട്ട തകർത്ത അസ്ത്രം ഉള്ളിലേക്ക് കയറ്റി. ശേഷം കർണന് നേരെ 12 അസ്ത്രങ്ങൾ അയച്ചു. അതിനു പിന്നാലെ 7 അസ്ത്രങ്ങളും അയച്ചു. ഈ അസ്ത്രങ്ങൾ കർണൻ്റെ ദേഹത്ത് നല്ലതുപോലെ കൊള്ളുകയും ചെയ്തു. കർണൻ്റെ ദേഹവും ഇപ്പോൾ അർജുനൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് നല്ലതുപോലെ മുറിപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം ഓടിപ്പോയ സോമകർ തിരിച്ചെത്തുകയും ചെയ്തു. ശേഷം കർണൻ ഉന്നം വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള 5 അസ്ത്രങ്ങൾ കൃഷ്ണന് നേരെ അയച്ചു. ആ അസ്ത്രങ്ങൾ കൃഷ്ണൻ്റെ ചട്ട തുളച്ച് പുറത്തേക്ക് പോയി ഭൂമിയിലേക്ക് തുളച്ച് കയറി പോയിട്ട് തിരിച്ചു വന്നു കർണൻ്റെ അടുത്തേക്ക്. ആ 5 അസ്ത്രങ്ങളും സാധാരണ അസ്ത്രങ്ങളല്ലായിരുന്നു, നാഗാസ്ത്രങ്ങളായിരുന്നു. കർണൻ, അതായത് സർപ്പത്തെപ്പോലത്തെ അസ്ത്രമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർണൻ 5 നാഗാസ്ത്രങ്ങൾ കൃഷ്ണന് നേരെ അയച്ചു. ആ നാഗാസ്ത്രങ്ങൾ കൃഷ്ണൻ്റെ ചട്ട തുളച്ചകത്ത് കയറിപ്പോയി അതും തുളച്ച് ഭൂമിയിലേക്ക് പോയതിന് ശേഷം പാതാളത്തിലേക്ക് പോയി നാഗലോകത്തിലുള്ള അവരുടെ നദിയിൽ കുളിച്ചതിന് ശേഷം ആ 5 നാഗങ്ങളും തിരിച്ച് കർണൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ കൃഷ്ണനെ ഇങ്ങനെ മുറിപ്പെടുത്തിയത് അർജുനൻ കണ്ടു. അർജുനൻ ക്രോധം കൊണ്ട് കൊടുമ്പിരി കൊണ്ടു. അർജുനന് നേരെ വളരെ നീളം കൂടിയ ഒരസ്ത്രം കർണൻ അയച്ചു. കർണൻ അയച്ച ആ അസ്ത്രത്തെ അർജുനൻ പല കഷ്ണങ്ങളായി മുറിച്ചിട്ടു. എന്നിട്ട് കർണന് നേരെ അർജുനൻ എണ്ണമറ്റ ശരങ്ങൾ അയച്ചു. ക്രോധത്തോടു കൂടിയാണ് അർജുനൻ ഇപ്രാവശ്യം ശരങ്ങൾ അയച്ചത്. ആ ശരങ്ങൾ കർണൻ്റെ മർമ്മം പിളർന്നു. അർജുന ശരങ്ങൾ കർണൻ്റെ മർമ്മം പിളർന്നപ്പോൾ തന്നെ കർണൻ ചെറുതായിട്ടൊന്ന് കുലുങ്ങി. ഒന്നെന്താ പറയുക, ഒന്നും ആടി ഉലഞ്ഞു എന്ന് പറയൂലേ, അതുപോലെ ഒന്ന് ആടി ഉലഞ്ഞു. എന്നിട്ടും കർണൻ്റെ ധൈര്യത്തെ മുറുക്കി പിടിച്ചു. വീണു പോവാതിരിക്കാനായിട്ട് തൻ്റെ ധൈര്യത്തെയും ശക്തിയെയും മുറുക്കി പിടിച്ചു കർണൻ. കൃഷ്ണനെ മുറിപ്പെടുത്തിയത് കണ്ടപ്പോൾ അത്രത്തോളം ക്രോധമായിരുന്നു അർജുനൻ ഉണ്ടായിരുന്നത്. ആ ക്രോധത്തോടുകൂടി കർണൻ്റെ രഥത്തെ എല്ലാ ദിശകളിൽ നിന്നും അർജുനൻ അസ്ത്രങ്ങൾ കൊണ്ട് മൂടാനൊരുങ്ങി, അസ്ത്രപ്രഹരങ്ങൾ നടത്താനൊരുങ്ങി. എന്നിട്ട് ചുറ്റുമുള്ള 8 ദിക്കുകളിലും അർജുനൻ അസ്ത്രങ്ങൾ കൊണ്ട് നിറച്ചു. അർജുനൻ നോക്കിയപ്പോൾ ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരം കർണൻ്റെ രഥം മുന്നിലും പിന്നിലും സംരക്ഷിക്കുവാനായും കർണൻ്റെ കാലുകൾ സംരക്ഷിക്കുവാനായും യോദ്ധാക്കളുണ്ടായിരുന്നു. അർജുനൻ അവർക്ക് നേരെ ഒരുമിച്ച് അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ വന്നുപോയത് മാത്രമേ ചുറ്റിനുമുള്ളവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആ രഥത്തിലുണ്ടായിരുന്ന യോദ്ധാക്കളെല്ലാം ചലനമറ്റ ശരീരങ്ങളായി നിലത്ത് വീണു. അർജുനൻ അവരെ വധിച്ചു. പിന്നീട്
2000 രഥങ്ങളുണ്ടായിരുന്നു. ആ 2000 രഥങ്ങളെയും അർജുനൻ അസ്ത്രങ്ങൾ ചെയ്ത് ക്രോധത്തിൻ്റെ പുറത്ത് ഒറ്റയ്ക്ക് അവിടെ നിന്ന് തകർത്ത് വിട്ടു. അർജുനൻ്റെ ഈ പ്രയോഗം കണ്ടപ്പോൾ കർണൻ്റെ അടുത്ത് നിന്ന് അവരെല്ലാവരും ബാക്കി അവശേഷിക്കുന്ന ആളുകൾ ഓടിപ്പോയി. അപ്പോൾ ഇത് കണ്ടിട്ട് കൂടി കർണന് ഭയമായില്ല. അങ്ങനെ അർജുനൻ കൗരവപ്പടയെ തകർത്തോടിച്ചു. ഓടിപ്പോകുന്നവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അർജുനൻ്റെ ആയുധങ്ങൾ അവരെ പിന്തുടർന്നു വരുന്നത് പോലെ അവർക്ക് തോന്നി. ശേഷം അർജുനൻ ശക്തമായിട്ടുള്ളൊരു അസ്ത്രമെടുത്ത് ഗാന്ധീപത്തിൽ വെച്ച് കുലച്ച് കർണൻ്റെ ഉയിരെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ അസ്ത്രം കർണന് നേരെ അയച്ചു. ആ പാർത്ഥശരം വായുമാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് കർണൻ്റെ അടുത്ത് വരുന്നതിന് മുൻപ് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കർണൻ രാമനിൽ നിന്ന് അതായത് പരശുരാമനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരസ്ത്രം കൊണ്ട് ആ അസ്ത്രത്തെ മുറിച്ച് പല കഷ്ണങ്ങളാക്കി നിലത്തിട്ടു. ശേഷം കർണൻ ദിവ്യമായിട്ടുള്ള ഒരസ്ത്രമെടുത്തു. കാലാകാലങ്ങളായി അർജുനന് വേണ്ടി കർണൻ സൂക്ഷിച്ചു വെച്ചിരുന്ന, അർജുനന് ടോങ്ങി വെച്ചിരുന്ന ഒരസ്ത്രം, നാഗാസ്ത്രം. ആ അസ്ത്രത്തിൻ്റെ തലപ്പ് ഭാഗത്തായിട്ട് അശ്വസേനൻ എന്ന നാഗമിരിപ്പുണ്ടായിരുന്നു. നമ്മൾ പലയിടങ്ങളിൽ കേട്ടതുപോലെ തക്ഷകനല്ല നാഗാസ്ത്രത്തിലുണ്ടായിരുന്നത്, തക്ഷകൻ്റെ മകനായിട്ടുള്ള അശ്വസേനനായിരുന്നു. അങ്ങനെ അശ്വസേനനെ ഈ ഒരു അർജുനനോട് ഭയങ്കര ദേഷ്യമുണ്ട്. കാരണം കാണ്ഡവദഹന സമയത്ത് അശ്വസേനൻ്റെ അമ്മ അർജുനനാൽ വധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കർണൻ നാഗാസ്ത്രത്തെ തൊടുത്ത് അർജുനനെ എയ്യുവാനായിട്ട് അർജുനൻ്റെ ശിരസ് ലക്ഷ്യമാക്കി ഇങ്ങനെ ഓങ്ങിപ്പിടിച്ചു നിന്ന ആ സമയം ശല്യര് പറഞ്ഞു, ആ അസ്ത്രം ഒരിക്കലും അർജുനൻ്റെ കഴുത്ത് വരെ എത്തത്തില്ല, ആ അസ്ത്രം മാറ്റി വേറൊരസ്ത്രം എടുക്ക്, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അല്ലയോ ശല്യരെ, കർണൻ ഒരിക്കൽ തൊടുത്ത ആയുധം മാറ്റി രണ്ടാമതൊരായുധം വയ്ക്കത്തില്ല, തൊടുത്ത ആയുധം എയ്തതിനു ശേഷം മാത്രമേ അടുത്ത ആയുധം എടുക്കുകയുള്ളൂ കർണൻ എന്ന് പറഞ്ഞു. ശല്യരൊന്നും മിണ്ടിയില്ല. കർണൻ, അർജുന നീ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കർണൻ അർജുനന് നേരെ നാഗാസ്ത്രം തൊടുത്തു. അങ്ങനെ അശ്വസേനനുള്ള നാഗാസ്ത്രം അർജുനന് നേരെ പാഞ്ഞു വന്ന സമയം വാസുദേവൻ ശ്രീകൃഷ്ണൻ ആ അസ്ത്രത്തിൽ അശ്വസേനനുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ തൻ്റെ ശക്തമായ കാലുകൾ കൊണ്ട് രഥത്തിലൊരു ചവിട്ടങ്ങ് കൊടുത്തു. രഥത്തിൻ്റെ ഒരു ഭാഗം മണ്ണിൽ പൊഴുന്നുപോയി. ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് താഴ്ന്നു, കുതിരകളും താഴ്ന്നു. ആ സൈഡിൽ കൂടെ അപ്പോൾ അർജുനനും ചെറുതായിട്ട് താഴുമല്ലോ. അപ്പോൾ താഴുന്ന സമയത്ത് ഈ അസ്ത്രം വന്ന് അർജുനൻ്റെ പ്രശസ്തമായ കിരീടവും പറിച്ചെടുത്തുകൊണ്ടങ്ങ് പോയി. അതായത് ആ അസ്ത്രത്തിലുള്ള അശ്വസേനൻ എന്ന് പറയുന്ന നാഗം ഈ കിരീടവും വലിച്ചെടുത്തുകൊണ്ടങ്ങ് പോയി. ആ കിരീടം നിലത്ത് വന്നങ്ങ് വീണു. പിന്നെ ഈ ഒരു കിരീടത്തെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ളൊരു തള്ളുതിലുണ്ട്. അതെന്ന് പറയുമ്പോൾ തള്ളല്ല, അത് ആ കിരീടത്തിനെ വർണ്ണിക്കുന്നതായിട്ട് മാത്രമേ കൂട്ടാവുള്ളൂ. ശിവന് തകർക്കാൻ പറ്റാത്ത കിരീടം, പിനാകം കൊണ്ട് തകർക്കാൻ പറ്റാത്ത കിരീടം കർണൻ നാഗാസ്ത്രം കൊണ്ട് തകർത്തു എന്ന് പറയുന്നുണ്ട്. ഇതിൽ കർണൻ തകർത്തു എന്നുള്ളത് മാറ്റി നിർത്ത്. ഒരുപക്ഷെ മറ്റ് ദേവതകൾക്കൊന്നും ആ കിരീടം തകർക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ദേവി, വിഷ്ണു, ശിവൻ അവരുടെ ആയുധങ്ങൾ കൊണ്ടൊന്നും തകർക്കാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്നറിയോ, ഈ കിരീടം കർണൻ തകർത്തുവെങ്കിൽ ആ കിരീടം തകർത്തത് കർണൻ്റെ അസ്ത്രത്തിൽ, നാഗാസ്ത്രത്തിൽ ഇരുന്ന അശ്വസേനനായിരിക്കണം. അങ്ങനെ അശ്വസേനൻ ആ കിരീടം തകർക്കാൻ പറ്റുമെങ്കിൽ അശ്വസേനനെക്കാട്ടിയും വിഷം കൂടിയ കാർക്കോടകൻ, വാസുകി എന്നീ പറയുന്ന സർപ്പങ്ങളെ നവനാരായണന്മാരായി അണിഞ്ഞിരിക്കുന്ന മഹാദേവന്, കാളകൂട വിഷത്തെ ഖണ്ഡത്തിൽ അണിഞ്ഞിരിക്കുന്ന മഹാദേവന് തകർക്കാൻ പറ്റാതിരിക്കുമോ? അപ്പോൾ മഹാദേവനെ കൊണ്ടുപോലും തകർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ഒരു ഭംഗിവാക്കായിട്ട് മാത്രം എടുക്കുക. മറ്റുള്ളതൊന്നും ഞാനൊന്നും പറയുന്നില്ല. മറ്റ് ദേവതകൾക്ക് തകർക്കാൻ പറ്റാത്ത ഒരു കിരീടമാണിത് എന്ന് പറയുന്നതിനൊന്നും ഞാനത് എതിരഭിപ്രായമൊന്നും പറയുന്നില്ല. എന്തു തന്നെയാണെങ്കിലും ഈ കിരീടം കർണൻ അടിച്ചങ്ങ് തെറിപ്പിച്ചു നാഗാസ്ത്രം കൊണ്ട്. നാഗാസ്ത്രം പാഞ്ഞു വന്നപ്പോൾ അശ്വസേനൻ ആ കിരീടത്തെ വലിച്ചു കുറിച്ചെടുത്തുകൊണ്ടങ്ങ് പോയി. അപ്പോൾ ഈ കിരീടം തൻ്റെ തലയിൽ നിന്ന് തെറിച്ചു പോയിട്ടും അർജുനന് ഒരു കൂസലുമില്ല. പുള്ളിക്കാരൻ ഭയന്നതയില്ല. പുള്ളിക്കാരൻ കിരീടം കിരീടം നോക്കിയിട്ട് പതുക്കെ ഗാന്ധീവം സൈഡിലോട്ട് വെച്ചിട്ട് ഒരു വെളുത്ത തുണിയെടുത്ത് തൻ്റെ മുടി പുറക്കോട്ട് വെച്ച് ആ മുടി വെച്ച് അങ്ങ് കെട്ടി, ആ ഒരു വെളുത്ത തുണി വെച്ച് മുടി അങ്ങ് കെട്ടി നല്ല ഭംഗിയായിട്ട്. എന്നിട്ട് വീണ്ടും ഗാന്ധീവം എടുത്തിട്ട് പോരാടാൻ തയ്യാറായി നിന്നിങ്ങനെ ഞാന് പുറക്കോട്ട് വലിച്ച സമയം അവിടെ വന്ന ഈ നാഗാസ്ത്രം ഉണ്ടല്ലോ, ആ നാഗാസ്ത്രത്തിൽ നിന്ന് വലിയൊരു സർപ്പം അങ്ങ് രൂപമെടുത്തു. ആ സർപ്പം ഇങ്ങനെ ഭൂമിയിൽ നിന്നിങ്ങനെ ഉയർന്നു നിന്നിട്ട് കർണനോട് പറഞ്ഞു, കർണ, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ അശ്വസേനനാണ്. എനിക്ക് കൃഷ്ണന്മാരോടുള്ള ക്രോധം അതെല്ലാവർക്കും അറിയാവുന്നതാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, ഖാണ്ഡവദഹനം നടത്തിയ സമയത്ത് ഖാണ്ഡവദഹനത്തിൽ അശ്വസേനൻ്റെ മാതാവിനെയും നീ വധിച്ചിരുന്നു. അതിൻ്റെ പ്രതികാരത്തിലാണ് അവൻ വന്നിരിക്കുന്നത്. അവനെ നീ ഒഴിവാക്കി ഉന്മൂലനം ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ അശ്വസേനൻ ഇങ്ങനെ വിഷവും ചീറ്റി ഇങ്ങനെ
അർജുനനെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ നിന്ന സമയം അർജുനൻ ഒരു 6 അസ്ത്രങ്ങളും നയിച്ചു. അസ്ത്രങ്ങൾ കൊണ്ട് അശ്വസേനൻ അങ്ങ് നിലത്ത് വീണു. ഈ ഗ്യാപ്പിൽ കർണൻ അർജുനനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് പെട്ടെന്ന് അർജുനനെ 10 അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. ഇതിനു മറുപടിയായി അർജുനൻ തിരിച്ച് ചെവിയോളം വലിച്ച് കർണന് നേരെ 12 അസ്ത്രങ്ങൾ അയച്ച് പ്രഹരിച്ചു. ഈ സമയം മിക്കവാറും അർജുനൻ കർണൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ ചട്ട തകർത്ത് കളഞ്ഞത് ഓർമ്മ വന്നിട്ടുണ്ടാകണം. കാരണം ചെവിയോളം വലിച്ച് അർജുനൻ 12 അസ്ത്രങ്ങൾ കർണന് നേരെ അയച്ചു. ആ അസ്ത്രങ്ങൾ വന്ന് എല്ലാവരും നോക്കി നിൽക്കവേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിക്ക് കർണൻ്റെ കവചം, കർണൻ ധരിച്ചിരുന്ന ചട്ട, ആ ചട്ടയെ തകർത്തങ്ങ് കളഞ്ഞു. ആ ചട്ട തകർന്നങ്ങ് വീണു. എല്ലാവരും അത്ഭുതപ്പെട്ടു. കർണൻ്റെ ചട്ട തകർന്ന ആ സമയം പാർത്ഥശരങ്ങൾ കൊണ്ട് കർണൻ്റെ ദേഹവും തുളച്ചിട്ടുണ്ടായിരുന്നു. വേദനയിൽ നിന്നുണ്ടായ ക്രോധത്തോടു കൂടി കർണൻ വീണ്ടും 12 അസ്ത്രങ്ങൾ കൊണ്ട് കൃഷ്ണനെ പ്രഹരിക്കുകയും 99 അസ്ത്രങ്ങൾ കൊണ്ട് അർജുനനെ പ്രഹരിക്കുകയും ചെയ്തു. വീണ്ടും അസ്ത്രങ്ങളെയ്ത് കർണൻ അർജുനനെ പ്രഹരിച്ചതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചു. അത് അർജുനന് ഇഷ്ടപ്പെട്ടില്ല. കർണൻ്റെ ആ ഗർജനം കണ്ട് ദേഷ്യം വന്ന അർജുനൻ കർണന് നേരെ 90 അസ്ത്രങ്ങൾ അയച്ചു. അർജുനൻ അയച്ച 90 അസ്ത്രങ്ങൾ കർണൻ്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി കർണനെ ഭീകരമായി മുറിവേൽപ്പിച്ചു. ആ കൂട്ടത്തിൽ വന്നൊരസ്ത്രം കർണൻ്റെ കിരീടം തകർത്ത് പല കഷ്ണങ്ങളാക്കി മുറിച്ചെന്നിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ വന്ന 2 അസ്ത്രങ്ങൾ കർണൻ്റെ ചെവിയിൽ ഘടിപ്പിച്ചിരുന്ന കുണ്ടലത്തെ മുറിച്ചങ്ങ് നിലത്തിട്ടു. അപ്പോൾ കർണൻ്റെ കിരീടവും പോയി, കുണ്ടലവും പോയി, ചട്ടയും തകർത്തു. അതിനുശേഷം വീണ്ടും അർജുനൻ കർണൻ്റെ ദേഹത്തേക്ക് 4 അസ്ത്രങ്ങൾ എയ്ത് കയറ്റി. അതിനു പിന്നാലെ വീണ്ടും അർജുനൻ കർണന് നേരെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടേയിരുന്നു. ആ അസ്ത്രങ്ങൾ കർണൻ്റെ മർമ്മം പിളർന്ന് ആന്തരികാവയവങ്ങളെ വരെ തുളച്ചു. വീണ്ടും അർജുനൻ കർണന് നേരെ അസ്ത്രങ്ങൾ തൊടുത്തു. ഇപ്പോൾ കർണൻ്റെ ദേഹം അതിഭയാനകമായി മാരകമായി മുറിവേറ്റിരിക്കുകയാണ്. അങ്ങനെ ഈ പോരാട്ടം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അർജുനനും കർണനും ഇനി മേലും കീഴും നോക്കുന്നില്ല എന്നൊരവസ്ഥ. എന്തും സംഭവിക്കാം. ചുറ്റിനുമുള്ള ആളുകൾക്ക് ഭയം. കാരണം എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് അതവരുടെ സ്വപ്നങ്ങൾക്കും അതീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് അവർക്കുറപ്പായിരുന്നു. ഇതുവരെ ഈ എപ്പിസോഡ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ